ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ അത്തം, അതായത് പൂക്കളം ഇടുന്നത് തൊട്ടിട്ട് ഈ 3 ദിവസത്തത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കണേ. എൻ്റെ വീട്ടിൽ ഇപ്രാവശ്യം പൂത്തറയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ വീഡിയോ ആണ്. അപ്പോൾ അമ്മ ദാ പൂത്തറയൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ്. അൻവി എല്ലാ കാര്യത്തിലും കയറി ഇടപെടും കേട്ടോ. ഞങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അവന് കൂടെ ചെയ്യണം. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഇത് ഉണ്ടാക്കുന്ന ഗ്യാപ്പിൽ ഓട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി വന്നിരുന്നു. പക്ഷെ അവൻ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ആൾക്ക് ഭയങ്കര അറപ്പാണ്. അതിനിപ്പോൾ നമ്മൾ ചോറ് കുഴച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ആൾക്ക് കയ്യിലായ കൈ അപ്പം കഴുകണം, എന്നിട്ട് പിന്നെയും കഴിക്കും കേട്ടോ. അത് റിപ്പീറ്റഡ്ലി അവനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചളിയിൽ കളിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൈ കഴുകുന്നുണ്ട്. പക്ഷെ ഞങ്ങളാരും അത് ചെയ്യരുത് എന്നൊന്നും അവനോട് പറയാറില്ല കേട്ടോ. കാരണം മക്കൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവന് പറ്റുന്നുണ്ടെങ്കിൽ അവൻ ചെയ്തോട്ടെ, അങ്ങനെയുള്ളൊരിതാണ്. അവിടുത്തെ അമ്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവൻ എല്ലാ കാര്യങ്ങളും എന്താണെങ്കിലും ചെയ്തോട്ടെ, മക്കൾ ചളിയിലാണെങ്കിലും വെയിലത്താണെങ്കിലും മഴയത്താണെങ്കിലും ഒക്കെ കളിച്ച് വളരണം എന്നുള്ള ഒരു മൈൻഡിലുള്ള ആളാണ് ഞാൻ. പിന്നെ വയ്യാതെ ആവുന്നതും കാര്യങ്ങളൊക്കെ അതൊക്കെ നോർമലായിട്ട് സംഭവിക്കുന്നതല്ലേ. ഇനി അടുത്ത ജനറേഷനൊന്നും ഇത് ചെയ്യുമോ എന്ന് പോലും അറിയില്ല. അതേപോലെ പൂത്തറയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൂവിടുമോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. കാരണം ഇപ്പോഴന്നെ പലരും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ വർക്കിന് പോകുന്നവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ബിസി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഒക്കെ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ് ഇപ്പം അധികം ആൾക്കാരും. അപ്പം പൂത്തറയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുകയാണ്. പിന്നെ ഒരു സൺഡേ ആണ്, അതേപോലെ അത്താണ്, നമ്മുടെ കർക്കിടക മാസം അവസാന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ രാവിലെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ഒരാളൊന്നല്ല കേട്ടോ. സൺഡേ ആണെങ്കിലും എനിക്കൊരു മൂഡ് വന്നാൽ പോകാമെന്നുള്ള ഒരു മൈൻഡുള്ള ഒരാളാണ്. ഞങ്ങൾ പോയത് SM സ്ട്രീറ്റിലുള്ള ഹനുമാൻ കോവിലാണ്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഹനുമാൻ കോവിലിൽ വരുന്നത്. എനിക്ക് എൻ്റെ മാരേജിന് മുമ്പേ എന്ന് പറഞ്ഞാൽ കുറേ മുമ്പേ വന്നിട്ടുള്ളതാണ്. ഏതോ ഒരു പ്രാവശ്യം ഞാൻ ഹനുമാൻ കോവിലിൽ വന്നിട്ടുള്ളൂ. പക്ഷേ എനിക്ക് അവിടുത്തെ ചന്ദനത്തിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നൊരു കളറാണ്. തൊട്ടാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തളിയിൽ പോകാമെന്ന് വിചാരിച്ചു. തളിയിൽ നടന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സൺഡേ ആണ്, പിന്നെ അത്ര തിരക്കൊന്നുമില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നടക്കലുള്ളൂ. അപ്പോൾ നടന്നിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഇത് തളി അമ്പലത്തിൻ്റെ അടുത്തുള്ള കുളമാണ് കേട്ടോ. അൻവിക്ക് പിന്നെ ഇങ്ങനത്തെ വെള്ളമൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരം നിന്ന് ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ അമ്പലത്തിൽ അത്തായതുകൊണ്ട് തന്നെ പിന്നെ സൺഡേ അല്ലേ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ചിങ്ങൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ അങ്ങനെ നെല്ലിൻ്റെ കതിര് കിട്ടും കേട്ടോ അമ്പലത്തിൽ നിന്ന്. അതൊക്കെ വാങ്ങി നിങ്ങൾ പിന്നെ തളി അമ്പലത്തിൻ്റെ അടുത്തുള്ള വിനായകയെ പോയിട്ട് നെയ് റോസ്റ്റും ചായയാണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഓൾറെഡി ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചിട്ടില്ല. അൻവിക്ക് ഉപ്പുമാവ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കുറച്ച് കഴിച്ചതാണ് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പൂവ് അരിഞ്ഞിട്ട് വേഗം പൂവിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മ ചാണൊക്കെ തേച്ചിട്ട് ഇങ്ങനെ മെഴുകി തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ 10 ദിവസം നല്ല വൃത്തിക്ക് പൂവിടാൻ പറ്റുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനും ഞങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ. കാരണം അൻവിയുടെ ഒരു മൈൻഡ് പോലെ ഇരിക്കും ഞങ്ങൾ പൂത്തറേൻ്റെയും പൂക്കളത്തിൻ്റെയൊക്കെ ഭംഗി കേട്ടോ. അമ്മേനെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ അവൻ വന്നൊക്കെ കൊളാക്കി തന്നപ്പോൾ ഞാൻ വേഗം ഇട്ട് തീർത്ത് പോകുന്നതാണ് കേട്ടോ. ഇതാ ഒരു പൂവിട്ടതാണ് കൊലായി ഫുള്ള്. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ ഒരു ഇതങ്ങനെയാണ്. പിന്നെ അത് നെക്സ്റ്റ് ഡേ ആണ്. കഴിഞ്ഞ ദിവസം ഇട്ടതിൻ്റെ കുറച്ച് ബാക്കി പൂവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ഇടണം എന്നുള്ള ഒരു മൈൻഡിലാണ് നിൽക്കുന്നത്. അൻവിക്ക് തൽക്കാലം ഞാൻ ഫോണ് കൊടുത്തിട്ട് ഒതുക്കി വെച്ചതാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ തന്നെ പൂവ് അരിയാൻ പോലും സമ്മതിക്കില്ല. അവനൊരു കത്രിക എടുത്ത് ഇറങ്ങും. പിന്നെ എനിക്ക് ഇന്ന് വർക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇട്ടിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കണം. അവൻ അംഗനവാടിയും ഉണ്ട്. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് അവനെ കൊടുക്കുന്നതിന് മുമ്പേ എൻ്റെ കാര്യങ്ങളും അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിക്കണം കേട്ടോ. അതായത് ഒരു 8:30 വരെ ടൈം എനിക്കുള്ളൂ എന്ന്, അതിന് ഉള്ളിലൊക്കെ ചെയ്ത് തീർക്കണം. അവന് ഫുഡ് കൊടുക്കാൻ തന്നെ 1 മണിക്കൂർ വേണം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊന്നും നോക്കാതെ പെട്ടെന്ന് അരിഞ്ഞിടുന്നുണ്ട്.
പിന്നെ ഞാൻ അതിലൊരു 2 റോസ് എടുത്തിട്ട് ഏട്ടന് കൊണ്ട് കൊടുത്തിട്ട് അത് 3ാമത്തെ ദിവസം പൂവിടാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പൂ വാങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ആൾക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പം ഞാൻ അവനെയും കൂട്ടി പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവൻ എഴുന്നേൽക്കുന്ന വരെ വെയിറ്റ് ചെയ്തിട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് അമ്മ ആ കാട്ടിൻ്റെ ഉള്ളിൽ കൃഷ്ണകിരീടമുണ്ട്, അത് പറിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് പറിക്കണമെന്ന് വാശിയായപ്പം അമ്മ ആ ചെടീൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത്, എന്നിട്ടത് ആൾ പറിക്കുന്ന പോലെ അഭിനയിച്ചതാണ് കേട്ടോ ഇത്. എന്നിട്ടത് ആ ചെറിയ കൊട്ടയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിയ കാര്യത്തിൽ പിടിച്ച് നടക്കുന്നൊക്കെ ഉണ്ട്. ഇന്ന് അംഗനവാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂവിടലൊക്കെ കഴിഞ്ഞിട്ട് വേണം അംഗനവാടി പോകാനുള്ള പരിപാടിയൊക്കെ നോക്കാൻ. രാവിലെ തന്നെ ഇങ്ങനെ പൂവൊക്കെ അന്വേഷിച്ച് നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അൻവിക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ അവൻ എഴുന്നേൽക്കുന്നവരെ വെയിറ്റ് ചെയ്തത്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇതേപോലെ അധികം വീട്ടിൻ്റെ അടുത്തും അതേപോലെ വീട്ടിലുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അധികം ആൾക്കാരും തുമ്പയൊക്കെ വെച്ച് പൂവിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തുമ്പയൊന്നും എവിടെയും കിട്ടാനില്ല, ഉണ്ടെങ്കിൽ തന്നെ. പിന്നെ ഞങ്ങൾ ഇനി വീട്ടിലുള്ള പൂവൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലെത്തി. അങ്ങനെ അവൻ പറിക്കുന്നുണ്ട്, പക്ഷേ പറിക്കുന്നത് അധികം മൊട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ തന്നെ പറിച്ചോളാമെന്ന് പറഞ്ഞ് ആളിതാ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ചെരുപ്പ് ഇട്ടിട്ട് വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചെരുപ്പൊക്കെ ഊരിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നത്. പിന്നെ ഞാൻ അവനെ എടുത്ത് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോഴത്തേക്ക് അമ്മ ചാണകമൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ പൂ വെച്ചിട്ട് ഇങ്ങനെ ഇടുകയാണ്, അവന് കാണിച്ചു കൊടുക്കുകയാണ് അവൻ ഇടണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആൾക്ക് തോന്നിയ സ്ഥലത്തൊക്കെയാണ് കേട്ടോ പൂ വെക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അവസാനം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എൻ്റെ പൂക്കളം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയുള്ള ഓണം അപ്ഡേറ്റ്സ് ഞാൻ എൻ്റെ ചാനലിലൂടെ എല്ലാവരും അറിയിക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.